ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് തേഞ്ഞിപ്പലം പഞ്ചായത്തിൽ പാണമ്പ്രയിലെ കൊയപ്പ GMLP സ്കൂളിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സ്കൂള് 1 അല്ല 10 അല്ല 50 അല്ല 100 അല്ല 110 വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ്. ഈ പ്രദേശത്ത് തന്നെ ഫസ്റ്റിലുണ്ടായിരുന്ന ഈ ഒരു സ്കൂളാണിത്. ഇന്ന് നമുക്ക് അഭിമാനിക്കാം. നമസ്കാരം ടീച്ചർ. നമസ്കാരം. ഓക്കെ, എന്താ പേരെന്തായിരുന്നു? മിനിമോൾ. 2017 ജൂൺ 1-ാം തീയതിയാണ് ഞാനിവിടെ HM ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് ഇവിടെ 3 ബിൽഡിങ് ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 1915 സ്ഥാപിതമായതാണ്. അപ്പോൾ 100-ലേറെ വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണ്. പിന്നെയാണെങ്കിൽ ബാത്റൂം സൗകര്യം കുറവായിരുന്നു, ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയായിരുന്നു. ഒരു അഡാപ്റ്റഡ് ടോയ്ലറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ആയിരുന്നു. പിന്നെ കുട്ടികളാണെങ്കിലോ 100-ൽ താഴെ കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതായത് ഒരു അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് ആ സമയത്ത്. ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ അന്ന് PTA പ്രസിഡൻ്റ് ആയിരുന്ന നമ്മുടെ മുഹമ്മദ് ഇക്ബാൽ സാറായിരുന്നു. പിന്നെ അതിന് ശേഷം ശ്രീ പ്രകാശനാണ് നമ്മുടെ PTA പ്രസിഡൻ്റായത്. അപ്പോൾ എന്നെയും പ്രകാശനെയും അതേപോലെ നമ്മുടെ മലപ്പുറത്തേക്ക് വിളിച്ചു. അപ്പോൾ ഇതിലിപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്കൂളിന് വേണ്ടിയിട്ട്, അതായത് സ്കൂള് ഒരു ഫോക്കസ് സ്കൂളായിട്ട് നമ്മുടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫോക്കസ് അത് ചേഞ്ച് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുമോ, 100-ലേറെ കുട്ടികൾ ആക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ നിന്ന് നേരിടേണ്ടി വന്നു. അപ്പം ഞങ്ങളവിടെ എന്തായാലും നമ്മൾ അവിടെ ഉറപ്പ് കൊടുത്തിട്ടാണ് ഞങ്ങൾ 2 ആളും അന്ന് അവിടെ നിന്ന് മടങ്ങിയത്. പിന്നീട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. PTA ഭാഗത്തു നിന്നും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സഹകരണമാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 100-ലേറെ കുട്ടികളായി. പിന്നെ അന്ന് തൊട്ട് നമുക്ക് LSS മുടങ്ങാതെ കിട്ടുന്നുണ്ട്. അതൊക്കെ വളരെ, പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ ശാസ്ത്രമേളയിലും കലാമേളയിലൊക്കെ പങ്കെടുത്ത് ഉന്നത വിജയമൊക്കെ നേടുന്നുണ്ട്. എല്ലാവരുടെ അടുത്ത് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക്. അതുകൊണ്ടാണ് നാട്ടുകാരിൽ നിന്നും അതെ, നമ്മുടെ ഇവിടെ എന്ത് പ്രോഗ്രാം നടന്നാലും ഇവിടുത്തെ ജനങ്ങളുടെ എണ്ണം കണ്ടാൽ തന്നെ നമുക്കറിയാം അവരുടെ സപ്പോർട്ട് എത്രത്തോളമാണെന്നുള്ളത്. നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങളിലും അവരുടെ സജീവമായിട്ടുള്ള പിന്തുണയുണ്ട്. പിന്നെ ഇപ്പോൾ 110-ാം വാർഷികമാണ് വരുന്നത്. അതിലും അതേപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഒരു വിദ്യാലയത്തെ പ്രസക്തമാക്കുന്നത് ആ വിദ്യാലയം അത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് സൃഷ്ടിച്ച സാംസ്കാരികമായ, വിദ്യാഭ്യാസപരമായ, സാമൂഹ്യപരമായ മാറ്റങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്രകാരം ആലോചിക്കുമ്പോൾ കൊയപ്പ GMLP സ്കൂള് ഈ പ്രദേശത്തുണ്ടാക്കിയ മാറ്റങ്ങൾ സാംസ്കാരികമായും സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും അത് അനൽപമായ വമ്പിച്ച മാറ്റങ്ങളാണ്. കൊയപ്പ GMLP സ്കൂളിനെ ഈ നാടിൻ്റെ പ്രിയപ്പെട്ട വിദ്യാലയമായി ഈ നാട് ചേർത്ത് പിടിക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല. 1915 നമ്മുടെ സ്കൂൾ സ്ഥാപിതമാകുകയാണ്. പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 1965-66 കാലത്താണ് സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേരുന്നത്. 5 വർഷം അന്നിവിടെ 5-ാം ക്ലാസ് വരെയാണല്ലോ, ഇപ്പോഴും അന്നും 5-ാം ക്ലാസ് വരെയാണ് സ്കൂൾ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ അധിക കുട്ടികളും വെളിമുക്ക് IP സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. പഠന രംഗത്തും പാഠ്യേതര മേഖലകളിലൊക്കെ അന്ന് തലയെടുപ്പുള്ള ഒരു വിദ്യാലയമായിരുന്നു. ഇന്നത്തേതുപോലെ അന്നും കൊയപ്പ GMLP സ്കൂൾ. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് 1968 ഇവിടെ ശിലാസ്ഥാപനം കോഹിന്നൂറിൽ നടന്നപ്പോൾ ഇന്നത്തെ ടീച്ചേഴ്സ് ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്ന ആ പാറപ്പുറത്താണ്
അന്ന് ശിലാസ്ഥാപനം നടന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ. അന്നത്തെ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവരാണല്ലോ. വിദ്യാലയത്തിൻ്റെ ചാൻസലർ, പ്രോ ചാൻസലർ തുടങ്ങിയ ഉന്നതരായ വ്യക്തികൾ നമ്മുടെ ഈ കോഹിനൂർ പാറപ്പുറത്ത് എത്തിയപ്പോൾ അവരെ സ്വീകരിക്കാൻ ആ സദസ്സിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നത് ഈ പ്രദേശത്തെ ഏക വിദ്യാലയമായ കൊയപ്പ GMLP സ്കൂളിലെ ചെറിയ കുട്ടികളായിരുന്നു. അതൊക്കെ ഓർമ്മയിൽ, പഴയകാല ഓർമ്മകൾ ചെകഞ്ഞെടുക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന സംഭവങ്ങളാണ്. ഈ വിദ്യാലയത്തിൻ്റെ 110ാം വാർഷികമാണ് നടക്കാൻ പോകുന്നത്. എന്തൊരു അഭിമാനകരമായ സംഗതിയാണ്. 1947 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആ സ്വാതന്ത്ര്യം ആഘോഷിക്കുവാനുള്ള അവസരം ലഭിച്ചൊരു വിദ്യാലയമാണ് നമ്മുടെ സ്കൂൾ. 1915 സ്ഥാപിക്കപ്പെട്ട നമ്മുടെ സ്കൂൾ. ആദ്യകാല വിദ്യാർത്ഥികളിൽ ഒരാളായ മച്ചിങ്ങൽ മൊയ്തീൻ ഹാജി, മച്ചിങ്ങൽ മൊയ്തീൻ ഹാജി അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം ലഭിച്ചു, നാടിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന വാർത്ത ഒരാൾ വള്ളിക്കുന്നിൽ നിന്ന് നടന്ന് വന്ന് നാട്ടുകാരെ, സ്കൂളിലെ കുട്ടികളെ, അധ്യാപകരെ അറിയിക്കുകയാണ്. ആഹ്ലാദത്തോടെ കുട്ടികൾ, അപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ അധ്യാപകർ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആഹ്ലാദത്തോടു കൂടി ആ നിമിഷം തന്നെ കുട്ടികൾ ആഘോഷമായി വെളിയിലേക്ക് വരികയാണ്. ഒരു ജാഥ, സ്വാതന്ത്ര്യത്തെ വരവേറ്റുകൊണ്ടൊരു ജാഥ പോലും അക്കാലത്ത് സംഘടിപ്പിക്കപ്പെട്ടു. വെള്ളക്കാർ പോയി എന്ന് നാട്ടുകാരും ഒക്കെ തമ്മിൽ പറയുന്ന രംഗങ്ങൾ കാണാൻ സാധിച്ചു എന്ന് അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്. അപ്പോൾ എത്ര ആവേശകരമായ, ആഹ്ലാദകരമായ ഓർമ്മകളാണ് നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ ഓർക്കുക. ഏതായാലും ഈ നാടിൻ്റെ ഹൃദയത്തുടിപ്പിൻ്റെ മർമ്മമാണ് പ്രിയപ്പെട്ട കൊയപ്പ GMLP സ്കൂൾ. ഈ സ്കൂളിനെ നിലനിർത്തേണ്ടതും വളർത്തേണ്ടതും വലുതാക്കേണ്ടതും നമ്മൾ നാട്ടുകാരുടെ ബാധ്യതയാണ് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കണക്ക് കൂട്ടാനും വിലവിവര പട്ടികകൾ തയ്യാറാക്കുന്നു. അതേപോലെ തന്നെ സ്വന്തമായി കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം കുട്ടികളിലുണ്ടാകുന്നു. വീട്ടിൽ കൃഷി ചെയ്ത വിഭവങ്ങൾ അതാണ് ഇവിടെ കൂടുതലായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പലഹാരങ്ങൾ, ധാരാളം വീട്ടിൽ സ്വന്തമായിട്ടുണ്ടാക്കിയ പലഹാരങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഉണ്ടാക്കുന്ന വിധം, അതേപോലെ തന്നെ അവയുടെ ലാഭനഷ്ടങ്ങൾ കണക്കാക്കാനും കുട്ടികൾക്ക് ഇതിലൂടെ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഇത് നമ്മുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ വാങ്ങിയതാ. എത്ര വില? ഒന്നിന് 20 രൂപ. ഇതെന്താ മുള വെള്ളം? കഴിഞ്ഞോ? സാധനം കഴിഞ്ഞോ? ഒന്നും കഴിഞ്ഞ. ചട്ടിപ്പത്തിരി എന്താ വില? 10 രൂപ ഉള്ളൂ. മോളെ ചക്ക എന്താ വില? ചക്ക 10 രൂപ. ഞാൻ 1966 1990 ജൂൺ വരെ 24 വർഷം കൊയപ്പ സ്കൂളിൽ ജോലി ചെയ്തു. പിന്നീട് അവിടെ നിന്നും ഹെഡ് ടീച്ചറായി പ്രൊമോഷൻ കിട്ടി ആനപ്പടി GLP സ്കൂളിലേക്ക് പോയി. 5 വർഷം അവിടെ ജോലി ചെയ്തു. 95 മെയ് 31 സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തത്. പിന്നെ കൊയപ്പ സ്കൂളിനോട് എനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം എൻ്റെ മക്കൾ 3 പേരും 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. പിന്നെ എൻ്റെ ഭർത്താവ് MK നാരായണൻ മാസ്റ്റർ 1981 മുതൽ 91 വരെ അവിടെ പ്രധാന അധ്യാപകനായി വർക്ക് ചെയ്തു. അങ്ങനെ 36 വർഷത്തോളം പല സ്കൂളിലുമായി ജോലി ചെയ്തു. ഏറ്റവും കൂടുതൽ കാലം നമ്മളെ കൊയപ്പ സ്കൂളിലാണ്. ആ സ്കൂളിൻ്റെ അവിടെ മറക്കാൻ പറ്റാത്ത ബന്ധമാണുള്ളത്. അവിടുത്തെ ഞാൻ അവിടെ വരുന്ന സമയത്ത് പത്മാവതി ടീച്ചറായിരുന്നു ഹെഡ് ടീച്ചർ. കൂടാതെ വേലായുധൻകുട്ടി മാസ്റ്റർ, ചന്ദ്രശേഖരൻ മാഷ്, പിന്നെ പലരുടെയും പേര് ഓർക്കുന്നില്ല. നാരായണ മാസ്റ്റർ മരിച്ചിട്ട് ഇന്നേക്ക് 24 വർഷം തികയുകയാണ്. ഫെബ്രുവരി 10-ാം തീയതിയാണ്. ഞാൻ പഠിച്ച് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിച്ചത് കൊയപ്പ സ്കൂളിലാണ്. അന്ന് എൻ്റെ പിതാവാണ് അവിടെ ഹെഡ് മാസ്റ്റർ. അങ്ങനെ അതിനുശേഷം അവിടുന്ന് ഞാൻ വെളിമുക്ക് പോയി പഠിച്ചു. അങ്ങനെ 75 ഞാനിവിടെ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് മൂന്നൂർ UP നിന്ന് ട്രാൻസ്ഫർ വന്നു.
വീണ്ടും അവിടെ നിന്ന് 78 യൂണിവേഴ്സിറ്റി ഹൈസ്കൂളിലേക്ക് ട്രാൻസ്ഫർ പോയി. അങ്ങനെ കഴിഞ്ഞ ശേഷം പിന്നെ കുറേ പല സ്കൂളുകളിലും പോയി. ഹെഡ് മാസ്റ്ററായിട്ട് 91 വർഷത്തിൽ വീണ്ടും പൈപ്പ് സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി വരികയും 98 ജൂണിൽ അവിടെ നിന്ന് ഹെഡ് മാസ്റ്ററായി റിട്ടയർ ചെയ്യുകയും ചെയ്തു. കാലത്താണ് പൈപ്പ് സ്കൂള് അന്നത്തെ DPP സമ്പ്രദായത്തിൽ ഏറ്റവും ബെസ്റ്റ് സ്കൂളിനുള്ള വേങ്ങര സബ് ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് സ്കൂളിലുള്ള അവാർഡ് കിട്ടിയത്. അന്ന് മുനീറിൽ നിന്നാണ് ഞങ്ങളത് അവാർഡ് വേങ്ങര ഏറ്റുവാങ്ങിയത്. അന്നത്തെ PTA പ്രസിഡൻറ്റ് ശ്രീ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് മാഷായിരുന്നു. അതിന് നല്ലൊരു ടീമായിട്ട് അന്ന് പ്രവർത്തിച്ചിരുന്നു. വളരെക്കാലം മുമ്പ് 915 സ്ഥാപിച്ച സ്കൂളാണെങ്കിലും ഒരു സ്വന്തമായി സ്കൂളിനൊരു കിണറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഞാൻ പല വഴികളും തേടിയെങ്കിലും അന്നക്കാലത്ത് പഞ്ചായത്തിൽ വേണ്ട ഫണ്ടില്ലായിരുന്നു. അങ്ങനെ എവിടെ നിന്ന് ഫണ്ട് കിട്ടുമെന്ന് ആലോചിച്ച് നടന്ന് അവസാനമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ചേളാരിൽ നിന്ന് അതിൻ്റെ മാനേജറെ കാണുകയും മാനേജർ അതിന് അനുവദിച്ച് തരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ കിണറും മോട്ടോർ സെറ്റും പമ്പ് ഹൗസും ഒരു ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു മുറിയും ആ കാലത്താണ് ഉണ്ടാക്കി തന്നത്. അന്ന് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാർ വേണ്ട പിന്തുണ സഹായം തരാത്തതിൻ്റെ പേരിൽ ഞാൻ കലക്ടറെ കൊണ്ടുവന്നാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. അന്നത്തെ മലപ്പുറം കലക്ടറെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. പരിപാടിയിൽ എല്ലാവരും സഹകരിച്ചിരുന്നു. നാട്ടുകാരെല്ലാം വളരെ സഹകരിച്ച് വലിയൊരു ഉത്സവം ഒരു ആഘോഷമായിട്ടാണ് അന്നത്തെ ഉദ്ഘാടനം അവർ നടത്തിയത്. ടീച്ചറെ, ഓ നിങ്ങൾ അവിടെ എന്ന് തൊട്ടാണ് കൊല്ലം ഓർമ്മ ഉണ്ടോ? കൊല്ലം ഓർമ്മയില്ല. കുറച്ച് കാലം, അതായത് ഞാൻ കൊണ്ടോട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്ര കൊല്ലം ഉണ്ടായിരുന്നു? കൊഴപ്പയില് ഒരു 10-18 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. ഏത് വർഷമാണ് പിരിഞ്ഞത്? 90-ല്. അവിടുത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മ ഉണ്ടോ? ചന്ദ്രശേഖര മാഷ് ഓർമ്മയുണ്ടോ? അപ്പൊ ചന്ദ്രശേഖര മാഷ് കഴിഞ്ഞ പിന്നെ അവിടെ അടിക്കുന്ന ഞാനാണ് അത്ര. അപ്പൊ പറയാ, ആദ്യം പോയി നോക്കും എവിടെ ഓഫീസ് റൂമിൻ്റെ അവിടെ ചന്ദ്രശേഖര മാഷ് വന്നിട്ടുണ്ടോയെന്ന്. വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ പോയി നോക്കും വിലാസം ടീച്ചർ വന്നിട്ടുണ്ടോ. അപ്പോൾ വിലാസം ടീച്ചർ വന്നിട്ടില്ല. നല്ല സുഖാടാ നമുക്ക്. ഇന്ന് നല്ല പരിപാടിയാണ്. ഇതും പറഞ്ഞിട്ട് കുട്ടികൾ കളിയാക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടെ 1976 ജനുവരിയിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ വീടിനടുത്തുള്ള സ്കൂളാണെന്നനുസരിച്ച് ഞാനൊരു 10-25 വർഷക്കാലം 2023 വരെ ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാദറെല്ലാം അതിൽ ഇവിടെ പഠിച്ച്, എൻ്റെ ഹസ്ബൻഡും ഇവിടെ പഠിച്ച് വളർന്ന ആളുകൾ തന്നെയാണ്. എൻ്റെ മക്കളും പഠിച്ച് ഏതാണ്ട് ഒരു നിലയിൽ എത്തിപ്പെടാൻ സഹായിച്ച ഒരു സ്കൂൾ തന്നെയാണ്. ഈ പ്രദേശത്തിൻ്റെ ഉന്നമനത്തിന് വളരെയധികം സഹായിച്ച ഒരു സ്ഥാപനമാണെന്ന് തന്നെ പറയാം. വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു. ഞാൻ 80-ൽ വന്നതാണ്. 80-ൽ വന്നതാണ്. 80-ൽ വന്ന് എത്ര വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്? അവിടെ പിന്നെ ശരിക്കും പറഞ്ഞാൽ 30 വർഷം ജോലി ചെയ്തു. 30 വർഷം. 4 വർഷമേ ഞാൻ പുറത്ത് പോയിട്ടുള്ളൂ. ഓക്കെ. ലാസ്റ്റ് അവിടെയാണ് പെൻഷനായതും. അവിടെ നിന്നാണ് പഠിച്ചത്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ കുറേ ഉണ്ട് അവിടെ, ആണും പെണ്ണുമായിട്ട്. ഇപ്പം എവിടെയും കണ്ട അപ്പം ടീച്ചറാണ് ഇങ്ങോട്ട് വരുമ്പോഴാണ് കുട്ടികളെ എനിക്ക് മനസ്സിലാവുക. മനസ്സിലാവില്ല, ഓൾക്ക് കുട്ടികളായിരുന്നു, പ്രത്യേക കുട്ടികളായി. അവരെയും പഠിപ്പിച്ചു. അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക്. എല്ലാവരും നാട്ടുകാരും ഒക്കെ എല്ലാവരുമായിട്ടും ആരുമായിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് ആ സ്കൂളിൻ്റെ ഒരു മെയിൻ ഹോളാണ്. നൂറിലധികം വർഷം പഴക്കമുള്ള ഓടുകളാണ് ഇപ്പോഴും ഇവിടെ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു മാറ്റവും ഒരു കോട്ട വൈനൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ബിൽഡിംഗ് നിലനിൽക്കുന്നത്. നമസ്കാരം പ്രിയമുള്ളവരെ.
കൊയപ്പ GMLP സ്കൂള് 110ാമത് വാർഷിക ആഘോഷ പരിപാടിയുടെ നിറവിലാണുള്ളത്. 1915 സ്കൂൾ രൂപീകൃതമായത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സ്കൂളിനെ കുറിച്ച് നമുക്ക് ഒരു നൊസ്റ്റാളജിക് ഓർമ്മയാണ്. മറ്റു കലാലയങ്ങളെ കുറിച്ചല്ല. അപ്പോൾ സ്കൂൾ ഹൈസ്കൂളോ അല്ലെങ്കിൽ മറ്റു കോളേജ് തലങ്ങളിലുള്ള അതുപോലെയല്ല നമ്മുടെ ഈ LP സ്കൂളിൻ്റെ ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാവുക. കൊയപ്പ സ്കൂളിനെ കുറിച്ച് നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചത് 1978 മുതൽ 83 വരെയുള്ള ആ ഒരു കാലഘട്ടങ്ങളിലാണ് എന്നാണ് ഓർമ്മ. സ്കൂളിലേക്ക് വരുമ്പോഴുണ്ടായിരുന്ന ഓർമ്മകളൊക്കെ നമുക്കൊരുപാട് തിങ്ങി നിറഞ്ഞതാണ്. സ്കൂളിലേക്ക് ഒലിപ്പാറയുടെ വെള്ളം ഒലിച്ച് വരുന്ന ആ ഒരു അതിൽ വരുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ സ്കൂളിൻ്റെ അതിലേക്ക് നടന്നു പോകുന്ന സമയത്ത് വാഹനങ്ങളൊക്കെ മറിഞ്ഞ് വരുന്ന അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയങ്ങളൊക്കെ ആയിരുന്നത്. അങ്ങനെ പല സമയങ്ങളിലും സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ വാഹനാപകടങ്ങളിലൊക്കെ വാഹനങ്ങൾ മറിഞ്ഞു കിടക്കുന്ന കാണുമ്പോഴും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആ വെള്ളം പല സമയങ്ങളിലും കൂടുതൽ വെള്ളം ഒലിച്ച് വന്നിട്ട് വെള്ളം സ്കൂളിലേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നാട്ടുകാരും ആളുകളും മാഷുമാരൊക്കെ വന്നിട്ട് നമ്മൾ അങ്ങോട്ടൊക്കെ കടത്തിയിരുന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ സ്കൂളിൻ്റെ വരാന്തയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് നമ്മൾ അതുവരെയുള്ള ഓർമ്മയിലേക്കല്ല, പിന്നെ നമ്മൾ സ്കൂൾ വരാന്തയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്കുണ്ടാവുക ഒരു പ്രത്യേക നൊസ്റ്റാളജിക്കൽ ഓർമ്മയാണ് നമുക്ക് ഇവിടെയൊക്കെ കലാലയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുക. ഏതായിരുന്നാലും ഇനിയും ഈ വിദ്യാലയം തുടർന്ന് വളരെ ഉന്നതിയിലെത്തട്ടെ എന്ന് നമുക്ക് ഈ ഒരു 110ാമത് വാർഷികാഘോഷം നടക്കുന്ന ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഹൈസ്കൂൾ തലങ്ങളിൽ വരട്ടെ എന്ന് നമുക്ക് ഈ ഒരു വാർഷികാഘോഷം വേണം. എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളെ കൊയപ്പ സ്കൂള് 1972 എൻ്റെ ഉപ്പാടെ അനിയൻ എളാപ്പയുടെ കൈയും പിടിച്ച് ഞാനും എളാപ്പൻ്റെ മകനും കൂടി ആ സ്കൂളിലേക്ക് ആദ്യമായി കാലുകുത്തിയതാണ്. ആ സമയത്ത് നമ്മൾക്ക് ആ കുട്ടിക്കാലത്ത് സ്കൂൾ പോകുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആ കാലഘട്ടങ്ങൾ അന്നത്തെ അധ്യാപകർ വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി ഞങ്ങളെ സ്വീകരിച്ചു. അന്ന് തുടങ്ങിയ ആ 5 വർഷം കൊയപ്പ സ്കൂളിലെ ഒരു സ്റ്റുഡൻ്റായിരുന്നു ഞാൻ. ആ കാലഘട്ടത്തിലെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയത്തോടും അതിലുപരി സ്നേഹത്തോടെയാണ് അവരെ കണ്ടിരുന്നത്. നമ്മളെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി മാറ്റിവെച്ച സമയങ്ങൾ, നമ്മുടെ ജീവിതം നമ്മളെ പാരൻസ് ഏൽപ്പിക്കുന്ന സ്ഥലം, അവിടെ കഴിഞ്ഞുകൂടിയ അവർ ആ അധ്യാപകരിൽ നിന്ന് കിട്ടിയ ഗുണങ്ങളും അവരുടെ രീതികളുമാണ് നമ്മളെ അന്നത്തെ റോഡ് മോഡൽ. അന്നത്തെ ടീച്ചേഴ്സ് ഇന്നിപ്പം 4 പേര് ആണ് ജീവിച്ചിരിപ്പുള്ളത്. ബാക്കി എല്ലാവരും മരണപ്പെട്ടു. അവരെ പോയി ഞങ്ങൾ കണ്ടു. ഞങ്ങളൊരു അലൂമിനി ഞങ്ങളുടെ ആ ബാച്ചിലുള്ള അത് ഈ 15-ാം തീയതി നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 110 വർഷമായി ആ സ്കൂളിൽ നമ്മൾ ഇപ്പം അതിൻ്റെ ആഘോഷത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്കൂളിൽ എൻ്റെ ഉപ്പ ആ സ്കൂളിൽ പഠിച്ചിരുന്നത്. ഒരുപാട് ആ പ്രദേശത്തെ ആളുകൾ പഠിച്ച ആ സ്കൂളിലെ ആ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന ഉപ്പ, എളാപ്പമാർ, അമ്മായി, അതുപോലെ എല്ലാവർക്കും പറയാനുണ്ടാവും ആ കൊയപ്പ സ്കൂളിനെ പറ്റിയിട്ട്. അധികം സ്കൂളുകളില്ലാത്ത കാലഘട്ടമായിരുന്നു. എന്നിരുന്നാലും ശരി, അവിടുത്തെ ആ നെല്ലിമരം, അവിടെ ഉണ്ടായിരുന്ന മാവിൽ നിന്ന് കല്ലെറിഞ്ഞ് മാങ്ങ പറിച്ച് തിന്നുന്ന ആ ഒരു രുചി, അല്ലെങ്കിൽ ആ നെല്ലിമരത്തിൽ നിന്നുള്ള നെല്ലിക്ക, അതൊന്നും നമുക്ക് മറക്കാൻ പറ്റും. പ്രത്യേകിച്ച് ആ ഗ്രൗണ്ടിന് നമ്മൾ ആ കളിച്ച് വളർന്ന ആ കുട്ടിക്കാലത്തെ ഓർമ്മകൾ. കൊയപ്പ സ്കൂൾ ഇന്നിപ്പോൾ എവിടെ പഠിച്ചാലും ആ സ്കൂളിനെ പറ്റി പഠിച്ചവരും ആ പഠിച്ച കൂട്ടുകാരെയും മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിട്ട്. എന്നിരുന്നാലും ശരി, ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ആ അധ്യാപകരെ സ്മരിക്കുന്നു. അതുപോലെ ആ സ്കൂളിൻ്റെ എല്ലാ അകത്തളങ്ങളും ഒരു കാണാപ്പാടം പോലെയാണ്. അന്ന് കളിച്ച് വികൃതി കാണിച്ച് നടന്നിരുന്ന നമ്മുടെ സ്വന്തം വീടിനെക്കാട്ടിയും അറിയപ്പെടുന്ന ഒരു ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കൊയപ്പ സ്കൂൾ. കൊയപ്പ സ്കൂളിലെ ചരിത്രങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നിരുന്നാലും അന്നത്തെ കാലത്ത് ദാരിദ്ര്യ കാലഘട്ടങ്ങളായിരുന്നു. അന്ന് അവിടുത്തെ സ്കൂളിൽ നിന്ന് കിട്ടിയിരുന്ന ഉപ്പുമാവിൻ്റെ രുചി ഇന്നോളം ഒരു ഫുഡിനും കിട്ടിയിട്ടില്ല. അത്രയും രസകരമായിരുന്നു ആ കാലഘട്ടത്തിലെ സൗഹൃദങ്ങൾ, ആ കൂട്ടായ്മ,
ആ ബന്ധങ്ങൾ, നിഷ്കളങ്കമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ ഒരുപാട് കഥകളുണ്ട് കുഴപ്പ സ്കൂളിനെ പറ്റി പറയാൻ. അപ്പോൾ നമ്മളൊരു ഇതിലേക്ക് തിരികെയാണ് 110ാം വാർഷികത്തിലേക്ക്. അതുകൊണ്ട് എല്ലാവരും വളരെ സജീവമായിട്ട് ആ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ മുതൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഇത് അന്നത്തെ കാലത്തുണ്ടാകുന്ന ബെഞ്ചാണ്. ഇപ്പോഴും ഇവിടെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുട്ടികൾ ഈ ബെഞ്ചിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. എനിക്ക് തന്നെ അത് പൊക്കുന്ന കാര്യം ഭയങ്കര ഡേഞ്ചറിലാണ്. കാരണം അന്നത്തെ ഒരു പവർ ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആണ്. ഈ ബെഞ്ചിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ? ഇതൊരു ഓവൽ ഷേപ്പിലാണ് വരുന്നത്. സാധാരണ ഇങ്ങനത്തെ ബെഞ്ചൊന്നും ഇപ്പോൾ ഓൾറെഡി കാണുന്നില്ല. അന്നത്തെ കാലത്തുള്ള ടാബ്ലറ്റിന്റെ 1972 ഇവിടെ 1ാം ക്ലാസ്സിൽ ചേരുന്നത്. 72 മുതൽ 77 വരെയാണ് ഈ സ്കൂളിൽ പഠിച്ചത്. അന്ന് ഞാൻ ചേരുന്ന സമയത്ത് എൻ്റെ പിതാവ് AP അബ്ദുറഹ്മാൻ മാസ്റ്ററായിരുന്നു ഇവിടുത്തെ ഹെഡ് മാഷ്. ഞാൻ 2ാം ക്ലാസ്സിലെ സമയത്ത് പാപ്പ ഇവിടുന്ന് ട്രാൻസ്ഫറായി പോയി. പിന്നെ മുഹമ്മദ് മാഷ്, തിരൂരിലുള്ള മുഹമ്മദ് മാഷ് HM ആയി വന്നു. അത് മുഹമ്മദ് മാഷ് ഒരു വർഷം പൂർത്തിയായി നിന്നിട്ടില്ല. അതിനുശേഷം ദാമോദരൻ മാഷ്, മുടപ്പിലാശ്ശേരി ദാമോദരൻ മാഷാണ് നമ്മൾ HM ആയിട്ടുണ്ടായിരുന്നത്. സ്കൂൾ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിൽ മായാത്ത ഒന്നാണ്. എപ്പോഴും പിന്നെ ONVയുടെ മോഹം എന്ന കവിത കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നത് നമ്മുടെ സ്കൂളും ഇവിടുത്തെ ആൽമരവും ഇവിടുത്തെ നെല്ലിമരവും അതുപോലെ മാവൊക്കെയാണ് സ്കൂൾ മനസ്സിലേക്ക് വന്നിരുന്നത്. പിന്നെ അന്ന് ഏറ്റവും നല്ല ഈ തെന്നിപ്പലം പഞ്ചായത്തിലെ ഏറ്റവും നല്ല സ്കൂളായിട്ടാണ് കുഴപ്പ സ്കൂൾ അറിയപ്പെട്ടിരുന്നത്. ഇവിടെ കഴിഞ്ഞ് ഞാൻ ചാളാരി സ്കൂൾ UP സ്കൂളിലേക്ക് പോയപ്പം കുഴപ്പ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയായിരുന്നു. അക്കാദമിക നിലവാരത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തിയ കുട്ടികളായിരുന്നു കുഴപ്പ സ്കൂളിലെ കുട്ടികൾ. കുഴപ്പ GMLP സ്കൂളിൻ്റെ 110ാം വാർഷികമാണ് ഈ വരുന്ന 22-23 ദിവസങ്ങളിൽ. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വാർഷിക വലിയ വിപുലമായിട്ടുള്ള പരിപാടി വെച്ചതിൽ. ഞാൻ ഇപ്പോൾ തെന്നിപ്പലം പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പറും കൂടിയാണ്. എൻ്റെ വീട്ടിൽ തന്നെ 4 തലമുറയായിട്ടാണ് പഠിച്ചത് ഈ സ്കൂളിൽ. എൻ്റെ ഉപ്പ പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചു, എൻ്റെ മക്കൾ, ഇപ്പോൾ എൻ്റെ കൊച്ചുമക്കളും കൂടിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഈ കുഴപ്പ GMLP സ്കൂളിൻ്റെ 110ാം വാർഷികം ആഘോഷിക്കുകയാണ്. 22-ാം തീയതി ശനിയാഴ്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള ഈ 110 വർഷം പഴക്കമുള്ള സ്കൂളിൽ അന്ന് 1ാം ക്ലാസ്സിൽ പഠിച്ചത് മുതൽക്ക് ഇപ്പോൾ കുറേ ആളുകളും ഇല്ല. 22-ാം തീയതി ഞങ്ങൾ ഉച്ചയോടുകൂടി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ പരിപാടിയിൽ ഇതുപോലെ കലാപരമായ കഴിവുകളിൽ ഒട്ടേറെ ആളുകൾ നമ്മുടെ ഇതിനകത്ത് ഈ കൂട്ടായ്മയിലുണ്ട്. അവരുടെയൊക്കെ പാട്ടുകളും അതുപോലെ കവിതയും കഥാപ്രസംഗം അങ്ങനെ വേണ്ട ഒട്ടനവധി പരിപാടി, ഒപ്പനയും പാട്ടൊക്കെ അടക്കമുള്ള എല്ലാ പരിപാടികളും അത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പിന്നെ 23-ാം തീയതി നടക്കുന്ന സ്കൂളിൻ്റെ വാർഷികത്തിൽ നമ്മുടെ ഇവിടെ പ്രധാനാധ്യാപികയായിട്ട് ജോലി ചെയ്യുന്ന മിനിമോൾ ടീച്ചർ അവരുടെ യാത്രയപ്പ് കൂടിയാണ് ഈ പരിപാടിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്റ്റർ അടക്കമുള്ള ആളുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏതായാലും ഈ പരിപാടി കൂടി വിജയിപ്പിക്കുന്നതിന് ഞങ്ങളുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കൂട്ടായ്മകളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാഗസിൻ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഇറക്കുന്നുണ്ട്. ഏറെ സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ പേര് ചന്ദ്രൻ. ഞാൻ GMLP സ്കൂൾ കുഴപ്പയിലെ ഇപ്പോഴത്തെ PTA പ്രസിഡൻ്റാണ്. നമ്മുടെ സ്കൂളിൻ്റെ 110ാം വാർഷികം വിപുലമായ പരിപാടികളോട് നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് അനുബന്ധ പരിപാടികളോടുകൂടി ഒത്തുകൂടുന്ന ഈ സായം സന്ധ്യയിൽ ഏവരെയും GMLPS കുഴപ്പയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അന്നത്തെ കാലത്തുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഓടുകളാണ് നമ്മൾ. ഹായ്, നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓർമ്മകളാണ് ഉണ്ടാകുക. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ സ്കൂൾ ഓർമ്മ, കാരണം സ്കൂളിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്. സ്കൂളിലെ എല്ലാ ശബ്ദങ്ങളും എൻ്റെ വീട്ടിൽ കേൾക്കാം.
അപ്പോൾ ഞാൻ ഒരു 70 ലാസ്റ്റിലാണ്, അന്ന് ദാമോദര മാഷാണ് ഹെഡ് മാഷ്. ആ സമയത്താണ് ഞാൻ 1ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. പിന്നെ നാരായണ മാഷ് വന്നു. പിന്നെ സ്കൂൾ അന്ന് ഞാൻ ഒരു വർഷത്തിലധികം പിന്നെ സ്കൂൾ ലീഡറായിരുന്നു. അന്ന് സ്കൂൾ ലീഡർ എന്നല്ല പറയാം, അന്ന് സ്കൂൾ പാർലമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളായിരുന്നു. അത് ഒന്നിലധികം വർഷങ്ങളും ഞാൻ തന്നെ ആയിരുന്നു പ്രധാനമന്ത്രി. പിന്നെ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലുള്ള ഒരുവിധം പഴയ കുട്ടികളെയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പൂർവ്വ വിദ്യാർത്ഥികളെയും ഇപ്പോൾ പഠിക്കുന്ന മക്കളെയും ഈ കുറച്ചു കാലം ഇടക്കാലത്ത് ഗൾഫിൽ പോയത് ഒഴിവാക്കിയാൽ എല്ലാവരും എനിക്ക് മുഖപരിചയമുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ട് 3ാം ക്ലാസ്സിലാണ് ചേർന്നത്. പിന്നെ അന്ന് തമിഴ് നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. മലയാളം തീരെ അറിയില്ലായിരുന്നു. പിന്നെ അങ്ങനെ 1ാം ക്ലാസ്സിലെ പുസ്തകമൊക്കെ വാങ്ങി എല്ലാവരോടും പരിചയപ്പെട്ട് അങ്ങനെ പഠിച്ച് മലയാളം തന്നെയായി. പിന്നെ അങ്ങനെ 5 വരെ അവിടെ ആയി. ഇപ്പോൾ ഓർമ്മയിലില്ല, പലരുടെ മുഖം കാണുമ്പോൾ പേര് ഓർമ്മ വരും, പേര് ഓർമ്മ ഉണ്ടാകുമ്പോൾ മുഖം ഓർമ്മ ഉണ്ടാവില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ GMLP സ്കൂൾ കൊയപ്പ സ്കൂളിൻ്റെ 110ാമത്തെ വാർഷികം ആഘോഷം വളരെ ഗംഭീരമായ രീതിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം 22ാം തീയതിയോടുകൂടി ആരംഭിക്കുകയാണ്. പരിപാടിയിൽ നമ്മുടെ സ്കൂളിൻ്റെ നാടിൻ്റെ സ്കൂളായിട്ടുള്ള തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂളായ കൊയപ്പ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കും ഈ നാട്ടിലുള്ള അധികം ആളുകളും. അപ്പോൾ അത്രയും വർഷത്തെ പഴക്കമുള്ള ഒരു സ്കൂൾ വേറെ ഇല്ല. അപ്പോൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ പുരോഗതി ലക്ഷ്യമാക്കി പല പദ്ധതികളും പരിപാടികളും സ്കൂളിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൻ്റെ SMC ചെയർമാൻ കൂടിയാണ്. 5 വർഷക്കാലം സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായി ഇപ്പോൾ SMC ചെയർമാനാണ് പ്രകാശൻ. അപ്പോൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ ഹൃദയംഗമമായ ഭാഷയിൽ ക്ഷണിക്കുകയാണ്. പേര് നാരായണൻ, അടുത്ത സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ഞാൻ 68-ലും ഇവിടെ സ്കൂൾ ചേർന്നത്. 5ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു. പേര് ശോഭയാണ്. ഞാൻ 77 മുതലാണ് ഇവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർന്നത്. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചു. ഈ സ്കൂളിൽ പഠിച്ചാണ്. അപ്പം നമ്മളെ കൂടെ പഠിച്ച സഹപാഠികളൊക്കെ ഒന്ന് കാണാം, കൂടെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഒന്ന് കാണാം. അല്ല അതിൽ വാണമ്പ്ര കൊയപ്പ GLP സ്കൂള് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. പണ്ടുകാലങ്ങളിൽ VMS ഒരുപാട് ഭരണകാലത്തായിരുന്നു, മന്ത്രിയായ കാലത്ത് സ്കൂളിൽ ആദ്യമായിട്ട് ആ കാലത്തൊക്കെ ഞാൻ ആ സ്കൂൾ പഠിക്കുകയായിരുന്നു. വളരെ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടി വാഴുന്ന ആ കാലഘട്ടമായിരുന്നു. അതെല്ലാം വളരെ സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായിട്ട് ഞാനതിൻ്റെ PTA പ്രസിഡൻ്റായി